Hello my dears, welcome back to Silent Learning. It's me Sribhama SB. മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ്. എന്റെ മക്കൾക്ക് SB മിസ് എന്ന് വിളിക്കാം. സോ നിങ്ങൾ എല്ലാവരും ഇതാ വെക്കേഷൻ ഒക്കെ കഴിയാനായതിന്റെ വിഷമത്തിൽ ഇരിക്കായിരിക്കും അല്ലെ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മക്കളെ നിങ്ങളുടെ മുമ്പിൽ ബാക്കി. അപ്പൊ വെക്കേഷൻ തീർന്നു, ഇനി ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ പറയുന്ന പോലെ വീണ്ടും നമ്മൾ എന്താണ് ഒന്നീന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും വിഷമം ഉണ്ടാവും, പ്ലസ് സന്തോഷം ഉണ്ടായിരിക്കും. ചിലർക്ക് സ്കൂളിൽ പോവാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും, ചിലർക്കാണെങ്കിൽ ഇനിയിപ്പൊ പോണ്ടേ എന്നുള്ള വിഷമമായിരിക്കും അല്ലെ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ദിവസം ഉള്ളൂ എന്നുണ്ടെങ്കിലും അത് അടിപൊളിയായിട്ട് ആഘോഷിച്ചോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇനി പുതിയതായിട്ടുള്ള ഒരു അധ്യയന വർഷത്തിലോട്ട് അല്ലെ, ന്യൂ അക്കാഡമിക് ഇയറിലോട്ടാണ് നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഏറ്റവും വലിയ വിഷമം തോന്നിയതാണ് വെക്കേഷൻ ഈസ് ഓവർ, ഇനി എന്ത് ചെയ്യും അല്ലെ. ഇതാണ് ഇപ്പൊ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഇതായിരിക്കും. മിസ്സിന് അറിയാം എല്ലാവരും വിഷമത്തിലായിരിക്കും, ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കായിരിക്കും അല്ലെ. അപ്പൊ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്താണ് ഇനി അടിച്ചു പൊളിക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് പുതിയ കുറച്ച് അറിവുകൾ വാങ്ങിച്ചെടുക്കാതെ പറഞ്ഞാൽ അതല്ലയുടെ മക്കളെ അടിപൊളിയായിട്ടുള്ള കാര്യം. സോ എപ്പോഴും നമ്മൾ നോളജ് ഇങ്ങനെ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഭയങ്കരമായിട്ടുള്ള എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അടിപൊളിയാക്കണം, ഉഷാറാക്കണം. ഈ ഒരു അക്കാഡമിക് ഇയർ നമ്മുടേതാക്കണം, ഫുൾ മാർക്ക് തന്നെ നിങ്ങൾ സെറ്റ് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാ ചെറിയ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. അപ്പൊ നിങ്ങൾ ഇനി എന്തായാലും പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണല്ലോ. ഇനിയിപ്പോഴുള്ള ദിവസങ്ങളൊക്കെ പഠിക്കാനുള്ള ദിവസങ്ങളാണ്. കുറച്ചായിട്ട് നിങ്ങൾ പഠിക്കും. ഇനി അത് കഴിഞ്ഞ പരീക്ഷകളായി, അസൈൻമെന്റ് ആയി, അതായതായി തിരക്കായി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റഡി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക? അപ്പൊ നമ്മൾ എന്തായാലും പഠിക്കാനിരിക്കും, അത് ശരിയാ. പക്ഷെ നമ്മുടെ മനസ്സ് അത് ഇതുമായിട്ട് ഇപ്പൊ പഠിക്കാതിരുന്ന് ബുക്ക് വായിക്കുന്ന സമയത്തേക്ക് റൊണ്ടക്ക പാട്ട് വരിക അല്ലെ. അല്ലെങ്കിൽ പഠിക്കാൻ വയ്ക്കുന്ന സമയത്താവും ഇന്നിപ്പോ എന്താ കഴിച്ചേ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അതൊക്കെ എനിക്ക് ഫേസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കാൻ ഇരിക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഡിസ്റ്റർബൻസ് ഇഷ്ടം പോലെ ആയിരിക്കും അല്ലെ. അപ്പോ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്രാവശ്യം ഏതൊരു വർഷം, ഇപ്പൊ മുമ്പത്തെ വർഷം നമുക്ക് വൃത്തിക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമമുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വർഷം നമുക്ക് അടിപൊളിയാക്കാം. അപ്പൊ നമുക്ക് മുമ്പത്തെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അതേ മാർക്കിന് ഇപ്രാവശ്യം നമുക്ക് സ്കോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ തന്നെ സെൽഫായിട്ട് ഇംപ്രൂവ് ചെയ്യേണ്ടത്. സോ എങ്ങനെ നിങ്ങൾക്ക് ഹൗ ടു ഇംപ്രൂവ് യുവർ സ്റ്റഡി, എങ്ങനെ നിങ്ങളുടെ സ്റ്റഡി ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സ് മിസ് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ സ്കൂൾ തുറക്കുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ടിപ്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് അടിപൊളിയായിട്ടൊന്ന് സെറ്റാക്കി. ഓക്കെ, അടിപൊളിയായിട്ട് ഈ വർഷം നിങ്ങൾക്ക് സെറ്റാക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് കാറ്റഗറി ആണ്. ഈ സബ്ജക്ട് കാറ്റഗറി പറയുമ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ പേടിക്കുന്ന പോലത്തെ സംഭവമൊന്നുമില്ല. സംഭവം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ. നമുക്ക് ഓരോരോ സബ്ജക്റ്റുകളാണ്. ഇപ്പോൾ ഫിസിക്സ്, ബേസിക് സയൻസ് ആൻഡ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സോഷ്യൽ, അങ്ങനെ ഓരോരോ സബ്ജക്റ്റുകൾ ഉണ്ട് അല്ലേ. അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ വേണം കാറ്റഗറൈസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർഡ് സബ്ജക്റ്റും ഈസി സബ്ജക്റ്റും. ചിലർക്ക് നോക്കുമ്പോൾ മാത്സ് ഭയങ്കര ഹാർഡായിരിക്കും. ചിലർ പറയും മിസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാത്സിൽ സ്കോർ ചെയ്യാൻ, അല്ലെങ്കിൽ ബേസിക് സയൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലർ പറയേണ്ടത് സോഷ്യൽ സയൻസ് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഹാർഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊരു സെക്ഷൻ ആക്കി നിങ്ങൾ അവിടെ വെക്കാം. അടുത്ത സെക്ഷൻ പറയുന്നത് ഏതാണ്, ഈസി സബ്ജക്റ്റുകൾ. അപ്പൊ ചിലപ്പോൾ മലയാളം അല്ലെങ്കിൽ ഹിന്ദി ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ഈസി സബ്ജക്റ്റ് ആണെങ്കിൽ അത് അടുത്ത സെക്ഷൻ ആക്കുക. ഈ രണ്ട് സെക്ഷൻ ആക്കിയിട്ട് ഇതിന് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഇപ്പൊ ഹാർഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് നമുക്കറിയാം മോസ്റ്റ്ലി നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെ. ഈസി സബ്ജക്റ്റ് നമ്മൾ പഠിക്കണം, രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഈസി നിങ്ങൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഹാർഡായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പഠിക്കാൻ പറ്റില്ല, നടപടി ആവില്ല എന്ന് തോന്നുന്ന സാധനത്തിന് കൂടുതൽ സമയം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ ഒരു സെക്ഷന് നിങ്ങൾ കൂടുതൽ സമയം കൊടുത്തിട്ട് കൂടുതൽ എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി അതാണ്. നമ്മൾ സബ്ജക്റ്റുകളെ കാറ്റഗറൈസ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കണം, നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കണം അല്ലെ. അതിന് സംഭവം സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ പറ്റുന്ന ആ രീതിയിൽ പഠിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലർക്ക് എഴുതി പഠിക്കണമായിരിക്കും, പഠിച്ച സാധനങ്ങൾ എഴുതി വെച്ച് പഠിക്കണമായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാം. ചിലർക്ക് കുഞ്ഞു നോട്ട്സ് ആക്കിയിട്ട് വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും, അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വായിച്ച് പഠിക്കും. ചിലരില്ലേ, ഞാനൊക്കെ എങ്ങനെയാണെന്ന് അറിയോ, തറവറ അങ്ങനെ ഉറക്ക വായിക്കും. അപ്പൊ എല്ലാവരും എനിക്ക് എന്തിനാ കുട്ടി ഉറക്ക വായിക്കുന്നതെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെയാണ്, എനിക്ക് അങ്ങനെ പഠിച്ചാലേ സെറ്റ് ആവുള്ളൂ. പക്ഷെ ചിലരെന്താണ് വെറുതെ സൈലന്റ് ആയിട്ട് ഇരുന്ന് വായിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള രീതി എന്തോ അതിനനുസരിച്ചുള്ള ഒരു സിസ്റ്റം നിങ്ങൾ ബിൽഡപ്പ് ചെയ്യാന്നുള്ളതാണ് അടുത്തതായിട്ട് എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം. അതെല്ലാം ചെയ്ത് സെറ്റായി റെഡി ആയി എന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം, സ്റ്റഡി സിസ്റ്റം എന്തായി അവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ ആ പരിപാടി നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റ് ആയിട്ട് ചെയ്തു. നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടമുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാം. പാട്ട് രൂപത്തിൽ പഠിക്കാം, വേണമെങ്കിൽ കുഞ്ഞായിട്ടുള്ള എന്താ പറയുക, നമ്മളിങ്ങനെ ഷോർട്ടാക്കിയില്ലേ, ഇങ്ങനെ ഷോർട്ടാക്കിയിട്ട് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ നോട്ട്സ് എഴുതി പഠിക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പരിപാടി പറഞ്ഞാൽ സെറ്റ് എ ഗോൾ. ഒരു ഗോൾ സെറ്റ് ചെയ്യണം.
പലരുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്ന അംബീഷൻ ഓരോന്നാ. ചിലർ പറയും ഡോക്ടർ ആവണം, ചിലർ എഞ്ചിനീയർ ആവണം, ചിലർ കളക്ടർ എന്ന് വെച്ചാൽ കളക്ടർ അല്ലെങ്കിൽ IAS ആവണം, ചിലർ പറയും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക സയന്റിസ്റ്റോ കാര്യങ്ങളോ ആവണം പറയും. അങ്ങനെ ഓരോരുത്തരുടെ മക്കൾ ഇപ്പോൾ ഇഷ്ടങ്ങളൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആഗ്രഹങ്ങളും സെറ്റുകളും അംബീഷൻസും ആണ് നിങ്ങൾക്ക് അല്ലേ. അപ്പൊ അതാണ് നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വർഷം ഞാൻ ഫുൾ മാർക്ക് വാങ്ങിക്കും, മുമ്പത്തെ വർഷം വാങ്ങിക്കാൻ പറ്റാത്തത് എന്തോ അത് ഈ വർഷം ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞാൽ അതാണ് നിങ്ങളുടെ ഗോള്. അല്ലെങ്കിൽ എനിക്ക് ഡോക്ടർ ആണ് ആവേണ്ടത്, അതിന് എന്തൊക്കെയാണ് ഞാൻ പഠിക്കേണ്ടത്, ഈ വർഷം നന്നായിട്ട് പഠിച്ചാൽ എനിക്ക് ബേസ് സെറ്റ് ആവുള്ളൂ എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഗോള്. സോ സെറ്റ് എ ഗോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്, ഏതൊക്കെ സമയത്ത് പഠിക്കണം, ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, ആൻഡ് ഏതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷൻ പോലെ ചെയ്യണം എന്നുള്ള പ്ലാനുകളും കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യുക. ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും മക്കളെ പഠിക്കണ്ട, കാരണം നിങ്ങൾ ചെറുതാണ്. ബട്ട് സ്റ്റിൽ ഇപ്പൊ മുതലേ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു നോക്കുക. നിങ്ങൾ വലിയ ക്ലാസ് എത്തുമ്പോൾ നിങ്ങൾക്ക് സുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗോളുകൾ സ്റ്റിക്ക് ചെയ്യുക. മിസ് പറഞ്ഞ പോലെ തന്നെ ഒരു വോളില സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇതാണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ ലൈഫിൽ ഞാൻ ഇതാണ്, ഈ ഒരു അക്കാഡമിക് ഇയറിൽ ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, ഈ ബേസിക് സയൻസിൽ ഫുൾ മാർക്ക്, മാത്സിൽ ഫുൾ മാർക്ക്, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഗോളായിട്ട് സെറ്റ് ചെയ്ത് ബോളിൽ ഒട്ടിച്ച് വെക്കാം. അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ കാണുന്ന സമയത്ത് യെസ് ഇതെനിക്ക് ചെയ്യണം എന്നുള്ളൊരു സ്പിരിറ്റ് നമുക്ക് വരും. ഇനിയോ ആ ഗോളിന് എത്താൻ വേണ്ടിയിട്ടുള്ള റീച്ച് നമ്മൾ എന്തൊക്കെ ചെയ്ത് സെറ്റ് ആക്കുന്നു അതിനനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ ഇൻപുട്ട് കൊടുത്തേ മതിയാവുള്ളൂ അല്ലേ. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ അതിനുള്ള റിസൾട്ട് ഷുവറായിട്ട് എൻ്റെ മക്കൾക്ക് കിട്ടും. സോ അത് സെറ്റ് ആക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും സ്റ്റേ ഹൈഡ്രേറ്റഡ്. എന്താ പറയുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. വാട്ടർ ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്നതൊക്കെ ചെറിയ കാര്യമൊന്നും അല്ല. നമ്മുടെ ബോഡി ഫംഗ്ഷൻ ഒക്കെ അടിപൊളിയായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫുഡ് പ്ലസ് വാട്ടർ നമുക്ക് ആവശ്യമാണ്. സോ എപ്പോഴും നിങ്ങൾ വാട്ടർ വെച്ചിട്ട് ഇങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, കുടിച്ചുകൊണ്ടിരിക്കുക. സ്കൂളിലാണെങ്കിലും നിങ്ങളിങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോകരുത്. നല്ല ഫുഡ് പ്ലസ് വാട്ടർ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങളുടെ പ്രായത്തിൽ തന്നെ ഇപ്പം തന്നെ നിങ്ങൾ സെറ്റ് ആക്കണം, എങ്കിലേ നിങ്ങൾ ഹെൽത്തി ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്യുക. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂറും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണോ സമയം ആപ്റ്റ് ആയിട്ടുള്ളത് അത്രയും സമയം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പൊ 2 അവർ അല്ലെങ്കിൽ ഒരു 4 അവർ ആണ് എനിക്ക് മാക്സിമം ഒരു ദിവസം പഠിക്കാൻ പറ്റുക. ഓക്കെ, അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1 അവർ കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുക്കുക. അപ്പോൾ കുറേ നേരം ഇരുന്ന് കഷ്ടപ്പെട്ട് വായിച്ചു കഴിയുമ്പോഴേക്കും മൈൻഡ് ഔട്ട് ആയി എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ബ്രേക്ക് എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ TV കാണുക, അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ പോവുക, അല്ലെങ്കിൽ വീട്ടുകാരോട് സംസാരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ആ ബ്രേക്ക് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. അപ്പം നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, നമ്മുടെ തലച്ചോറാകെ പാളി വന്നിരിക്കും. അപ്പൊ അങ്ങനെയല്ല, നിങ്ങൾ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാനുള്ള കാര്യങ്ങളാക്കേണ്ടത്. അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്താലും മതി കേട്ടോ. പിന്നെന്താണ്, ഗീവ് യുവർ സെൽഫ് എ സ്മോൾ റിവാർഡ്സ്. നമ്മൾ പലപ്പോഴും നമുക്ക് റിവാർഡ്സ് നമ്മൾ കൊടുക്കാറില്ല അല്ലേ. എപ്പോഴും നമ്മൾ പോരാ, നമ്മൾ മോശമാണ്, നമുക്കത്ര പഠിക്കാനുള്ള വിവരമില്ല, ബോധമില്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തന്നെ നമ്മളെപ്പറ്റി വിചാരിക്കുക. പക്ഷെ നമ്മളെപ്പറ്റി നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ഒരു പോസിറ്റീവ് ആവേണ്ടടാ. അല്ലാതെ വേറെ ആരും നമ്മൾ നല്ലത് പറയാനുണ്ടാവില്ല. ലാസ്റ്റ് നമുക്ക് നമ്മളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെയ്തു, ഒരു മത്സരത്തിൽ പങ്കെടുത്തു, വിന്നറായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ യെസ് സെൽഫ് മോട്ടിവേറ്റഡ് ആവണം, കൺഗ്രാറ്റ്സ് പറയണം, നമ്മളോട് തന്നെ കൺഗ്രാറ്റ്സ് പറയാം. അത് റിവാർഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ചു കഴിക്കാം, അത് റിവാർഡ്സ് ആണ്. ഇപ്പൊ ഈ ഒരു അക്കാഡമിക് ഉള്ള ഓണ പരീക്ഷയ്ക്ക് നിങ്ങൾ ഫുൾ A ഗ്രേഡ് വാങ്ങിച്ചു, എല്ലാ സബ്ജക്റ്റിനും വാങ്ങിച്ചു, നിങ്ങൾക്ക് തന്നെ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കാം, അത് റിവാർഡ്സ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഒരു പ്രോത്സാഹനം നമ്മളാണ് ആദ്യം കൊടുക്കേണ്ടത്, പിന്നെയാണ് മറ്റുള്ളവർ കൊടുക്കുന്നത്. അപ്പൊ മറ്റുള്ളവർ തന്നില്ല എന്നുള്ള വിഷമമല്ല, മറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പൊ നമുക്ക് തന്നെ നമ്മൾ റിവാർഡ്സ് ഇടയ്ക്ക് കൊടുക്കുക. നമ്മൾ അടിപൊളിയാണ്, അപ്പൊ ശ്രീബാമ നീ പൊളിയാടാ, ഞാൻ ഇടയ്ക്ക് ഞാൻ തന്നെ പറയാറുണ്ട്. കാരണം നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. നമുക്ക് പല പല സിറ്റുവേഷൻസ് വരും അല്ലേ, ഭയങ്കര വിഷമമുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും, നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഒറ്റപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻസ് വരും, കൂടെയുള്ളവരെല്ലാവരും നമ്മൾ ഒറ്റപ്പെട്ടുന്ന സിറ്റുവേഷൻസ് വരാം. അങ്ങനെ പല രീതിയിലാണ് നമുക്ക് ഓരോരോ സിറ്റുവേഷൻസ് വരാം. അപ്പൊ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയോ അതിനനുസരിച്ചിട്ടാണെങ്കിലും മാറ്റം സംഭവിക്കുക. സോ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ബി കൂൾ, ബി ഹാപ്പി, സ്റ്റേ ഹാപ്പി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നമ്മളെ സെറ്റ് ചെയ്യുക. സോ സെൽഫ് മോട്ടിവേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു നല്ല മാർക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്തു, അത് നിങ്ങൾ തന്നെ ഒരു റിവാർഡ്സ്, കുഞ്ഞു റിവാർഡ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ റിവാർഡ്സ് എന്തെങ്കിലും കൊടുക്കാം. ആൻഡ് അടുത്തത് പ്രോപ്പർ സ്ലീപ്പ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
നിങ്ങളുടെ പ്രായത്തിൽ പ്രത്യേകിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 7-8 മണിക്കൂർ സുഖമായിട്ട് നിങ്ങൾ ഉറങ്ങണം കേട്ടോ. അപ്പം നൈറ്റും കാര്യങ്ങൾ ഈ ഫോണും കാര്യങ്ങളൊക്കെ നോക്കുന്നത് നൈറ്റ് സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറക്ക സമയത്ത് ചെയ്യരുത്. ഉറങ്ങാനുള്ള സമയം എന്തോ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഉറങ്ങുക. അപ്പോഴേ രാവിലെ പിറ്റേടി എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എനർജി ഫീൽ ചെയ്യുള്ളൂ. സോ പ്രോപ്പർ സ്ലീപ്പ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും നിങ്ങൾ കുഞ്ഞു കാര്യമാണെന്ന് വെച്ച് തള്ളിക്കളയരുത്. ഇങ്ങനത്തെ ഒരു കുഞ്ഞു കാര്യം മതി നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലാതിരിക്കാൻ. സോ അതും നിങ്ങൾ എന്ത് ചെയ്യുക, വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, അടിപൊളിയാക്കുക. ഇത് മിസ്സിൻ്റെതായിട്ടുള്ള ടിപ്സുകളാണ്. ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടങ്ങളെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഇതിൽ കുറച്ചും കൂടി ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് മിസ്സേ, ഇത് നല്ല അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മിസ്സിനും കൂടി ഷെയർ ചെയ്യാം. നിങ്ങളുടെ എവറി കമന്റ്, എല്ലാ കമന്റും മിസ് നോക്കാറുണ്ട്. എല്ലാവരും എന്തൊക്കെയാണല്ലോ എഴുതുന്നതെന്നൊക്കെ മിസ് നോക്കാറുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്ത് വെക്കാം, സെറ്റാക്കി വെക്കുക. ആൻഡ് അടിപൊളിയായിട്ട് ഈ വർഷം നല്ല മക്കളയച്ച് പഠിക്കാൻ വേണ്ടി പറ്റട്ടെ. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്. യു ആർ വെരി വെരി എന്താണ്, നിങ്ങളെല്ലാം ഭയങ്കര അടിപൊളി മക്കളാണ്, വെരി പ്രഷ്യസ് മക്കളാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ബിലീവ് ചെയ്യുക, അടിപൊളിയാക്കുക. ഈ ഒരു അക്കാഡമിക്കിൽ നമുക്ക് സെറ്റാക്കാം കേട്ടോ. സോ ബാക്കി കാര്യങ്ങൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ടും ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. സോ അതുവരേക്കും ബൈ ബൈ, സീ യു ഡിയേഴ്സ്, ബൈ ബൈ.